മാടമ്പള്ളിയിലെ കാരണവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായതിനു പുറമെ തെക്കിരിയിൽ നിന്നും വിവാദ നിയമനത്തിന് ചുക്കാൻ പിടിച്ച ടീച്ചറുടെ കാര്യത്തിലും താമസിയാതെ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കൂ. കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന പേരല്ലേ ഇപ്പോ സർക്കാരിന് വന്നിട്ടുള്ളത്? അല്ല ടീച്ചറെ, മകന് വേണ്ടി നിന്ന ചിറ്റപ്പന്റെ അവസ്ഥ കണ്ടല്ലോ അല്ലേ? എന്താണ് ഈ രൂപത്തിലേക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്ന് എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ഈ ബന്ധുക്കളെയൊക്കെ നിയമനം തടയുന്നതിന് ടീച്ചറിന് എന്താണ് ഒരു പ്രതികരണം? ഭരിക്കുന്ന ഗവൺമെന്റിന് ജനങ്ങളോട് ഉത്തരവാദിത്വമില്ല, നാടിനോടും ഉത്തരവാദിത്വമില്ല. ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പൊ UDF സർക്കാരുമായി ടീച്ചർ സ്വന്തം സർക്കാരിനെ ഒന്ന് താരതമ്യപ്പെടുത്തിക്കേ. അല്ല, ഇവിടെയല്ല താരതമ്യം വേണ്ടത്. ഏറ്റവും കൃത്യമായി സേവന മേഖലകളിൽ ജനങ്ങളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനെന്ന് കഴിഞ്ഞു. ഇപ്പൊ 2 കൊല്ലം തികയുന്നതിന് മുമ്പ് ഭരണത്തിന്റെ ഫലമായി യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രാജിയൊക്കെ വെച്ചിരിക്കുന്ന EP-യുമായി മുൻ കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തുന്ന ഒരു സർജിക്കൽ ഓപ്പറേഷനാണ് ഇനി. എന്നെ അറിയില്ലേ? ജിപ്സി ക്രിസ്പിൻ. ക്രിപ്സി അല്ല, ക്രിസ്പിൻ, ക്രിസ്പി. ഓക്കെ നിങ്ങൾ തുടങ്ങി. കേസുകളും കോടതികളും ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വേട്ടല്ലേ? അല്ല, രാഷ്ട്രീയ വിമർശനങ്ങൾ ഇല്ലാതെ കാലം ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു വിമർശനം വരാതിരിക്കുമോ? പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരാളിന് അങ്ങനെ ഒരു വിമർശനത്തിന് അതീതനായി നിൽക്കാൻ കഴിയുമോ? മഹാത്മാഗാന്ധിയുടെ കാലത്ത് പോലും വിമർശനങ്ങൾ വന്നിട്ടില്ലേ? നിങ്ങൾ ലാവൻ എന്ന് പറഞ്ഞ് നടന്നില്ലേ? നിങ്ങൾ എത്രമാത്രമാ പീഡിപ്പിച്ചത് ഈ പാർട്ടി? എല്ലാ വകുപ്പും ചർച്ച ചെയ്യണ നേരം വെളുക്കുന്നവരിക്കേണ്ടി വരും. അഹന്ത, താൻപ്രമാണിത്വം. ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഞാൻ എല്ലാം പരിശോധിച്ചിട്ടാണ് എന്നാണ് എനിക്ക് എഴുതി സമർപ്പിച്ച. ഇവിടെ എല്ലാ മേഖലകളിലും അഴിമതിയും പ്രശ്നങ്ങളുമൊക്കെയുണ്ട്. അതിലൊക്കെ വിജിലൻസും അന്വേഷണമുണ്ട്. ഞാനൊരു ഒറ്റ വാക്കിൽ പറഞ്ഞല്ലോ, അത് നടക്കാതിരിക്കുന്നതൊക്കെ, അങ്ങനെ ഒരു ഇല്ലീഗലായ ഒരു ആക്ടിവിറ്റി നടക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രിക്കോഷൻസും എടുക്കണം എന്ന് ഒരു ഡയറക്ഷൻ സ്വാഭാവികമായിട്ട് പോകും. എൻ്റെ ബന്ധുക്കൾ പല സ്ഥലത്തും ഉണ്ടാകും. അന്നിപ്പോൾ എൻ്റെ മുമ്പിൽ ഇതുവരെ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. വന്നാൽ പറയാം. ഞാൻ കണ്ടതാ, ജീവിതത്തിൽ ഫുട്ബോൾ കണ്ട ഒരാൾ പോലും അങ്ങനെ അടിക്കുകയില്ല. വെറുതെ ചടുവിള അടി. അതാണ് നേരത്തെ പറഞ്ഞത്, കേരളം ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദ സ്വാമി പറയാനിടയായത്. ആ ഭ്രാന്താലയത്തിൽ നിന്ന് നമ്മൾ ഏറെക്കുറെ ഒന്ന് വിട്ടുവരികയാണ്. പക്ഷെ ചരിത്രം ഇങ്ങനെ ഒരു സൈക്ലിക് ചേഞ്ച് പോലെ പോകുന്നതായിട്ട് ചിലപ്പോൾ ആളുകൾക്ക് തോന്നും. പോയ ഭ്രാന്ത് വീണ്ടും വരുന്നോ എന്നൊരു സംശയവും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത. നല്ല ബുദ്ധിയിൽ വന്നാൽ പറഞ്ഞു കൊടുക്കാം. ഏതായാലും എനിക്കൊരു ഇൻ്റലിജൻസ് ഇല്ലാത്ത ആളാണ് എന്ന് പറയാതിരുന്നത് നന്നായി. അതിന് മറുപടി അറിയിക്കുന്നില്ല. സത്യമല്ലേ? ഞാൻ ചോദിച്ച സത്യമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശരിയായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാണെന്ന് ബഹുജനങ്ങൾക്കറിയാം. ഞാൻ സത്യം 2 കൈയും വീശി ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. അത് എത്ര കാലം മുമ്പാ? ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു അഴിമതിയും ഞങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല. ഉപയോഗിക്കുകയോ മിസ്യൂസ് ചെയ്യുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിച്ചേ മതിയാവും, അതാരായാലും. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ശരി, വേറൊന്നുമില്ലല്ലോ. ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഗതി കൊടുക്കരുത്. ഓക്കെ.